അസ്സലാമലൈക്കും. നസീമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു എണ്ണ ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഞാനൊരു എണ്ണ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. 8-9 മാസം വരും ഞാൻ ഉണ്ടാക്കിയിട്ടിരുന്നു. പിന്നെ ഇപ്പം എന്നോട് ആവശ്യപ്പെട്ട് 1-2 പേര് ചോദിച്ചിരുന്നു, എണ്ണ എനിക്ക് ഉണ്ടാക്കി കാണിക്കുമോ എന്ന് ചോദിച്ച്. അങ്ങനെയാണ് ഞാനിന്നിപ്പോൾ എണ്ണ ഉണ്ടാക്കാൻ കാരണം. നമുക്ക് മുടിയൊക്കെ നല്ല വളരാനും നമുക്ക് പനിയ ജലദോഷം ഒന്നും വരില്ല ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ. അന്ന് ആ എണ്ണ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഒരു 3 പീസ് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ് കുത്തിച്ചാരി വെച്ച് അതിൻ്റെ കറയൊക്കെ മാറ്റിയെടുത്ത് വെച്ചൊക്കെയാണ്. അത് നമുക്കിത് അരിഞ്ഞ് അതിൻ്റെ ജെല്ല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന കയ്യോന്നിയാണ്. കയ്യോന്നി എല്ലാവർക്കും അറിയാമല്ലോ, മുടി വളരാൻ നല്ല സഹായിക്കുന്ന സാധനമാണ് കയ്യോന്നി എന്ന് പറയുന്നത്. അത് ഞാൻ എടുത്തിരിക്കുന്നു കുറച്ച്. ഞാൻ 2 കിലോ എണ്ണ ആണ് ഇപ്പം കാച്ചാൻ പോകുന്നത്. ഞാൻ കയ്യോന്നി എടുത്തിട്ടുണ്ട് കുറച്ച്. അത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന കൃഷ്ണ തുളസിയാണ്. ഇതാ ഉണ്ടോ, കൃഷ്ണ തുളസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പീസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇത് ഇട്ടാലും അറിയാമല്ലോ, പനിയ അങ്ങനത്തെ ഒന്നും വരില്ല. നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് കറിവേപ്പില. അത് നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കണം. വിഷം അടിച്ച് വരുന്നതൊന്നും എടുക്കരുത് കേട്ടോ. അത് നമുക്ക് അത് മാറ്റി വെച്ചേക്കാം. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം, പനിയൊന്നും വരാതിരിക്കാൻ. പൂവാങ്കുരുന്നി എന്ന് പറയും. കണ്ടോ, പൂവാങ്കുരുന്നി എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. നമ്മളെ ഈ വയല്, നമ്മളെ ഈ കാട് പോലെ കിടക്കുന്ന സ്ഥലത്തൊക്കെ ഉള്ള സാധനമാണ് പൂവാങ്കുരുന്നി എന്ന് പറയുന്ന. ഇത് നമ്മുടെ കാട്ടിലൊന്നും അല്ല, ഞാനിത് ചെടിച്ചട്ടിയിലാണ് ഇത് വളർത്തിയെടുക്കുന്നത്. ഒരു പീസ് കൊണ്ട് വെച്ചാൽ മതി, ഇഷ്ടം പോലെ ഇത് പിടിച്ചു കയറും. നല്ല സാധനമാണ് ഇത്. തേച്ചാൽ ഇതിട്ട് നമ്മൾ എണ്ണ തേച്ചാൽ പിന്നെ ഒരു പനിയോ ജലദോഷം ഒന്നും വരില്ല. കൊച്ചു കുട്ടി മുതൽ വലിയവർക്ക് വരെ ഇത് തേക്കാൻ പറ്റുന്നതാണിത്. നല്ല വിലയുമാണ് ഇത്. കടയിൽ നിന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മാത്രം എണ്ണ വാങ്ങിച്ച് തലയിൽ തേക്കുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ആയുർവേദം അവിടെ വാങ്ങുന്നത് നല്ല വില ഉണ്ട് ഈ എണ്ണ. ഞങ്ങൾ പണ്ടൊക്കെ തേച്ചോണ്ടിരുന്ന അറിയാതെ ഇപ്പോഴാണ് ഞങ്ങളിത് കാച്ചാൻ തുടങ്ങിയത് അറിയുന്നത്. പൂവാങ്കുരുന്നി എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. ഈ കാടുകളിലും ഈ റോഡിൻ്റെ അരുവയൊക്കെ നിൽക്കുന്ന സാധനമാണ്. ഞാനിപ്പം ഈ 1 പീസ് കൊണ്ട് ചെടിച്ചട്ടിയിൽ വെച്ചോ അങ്ങനെ മരമായി പോലെ ഇരിക്കുന്നതാണിത്. ഉണ്ടോ, ഇത്രയും ഇതായിട്ട് വളർന്ന് നല്ല ഇതായിട്ട് വന്നിരിക്കുന്നത്. അതാണ് സാധനം. അതാണ് ഞാൻ ഇനി ഇതിൽ ചേർക്കുന്നത്. ഇതാണ് മെയിൻ സാധനം, നമുക്ക് പനിയൊന്നും വരാതിരിക്കുന്ന സാധനം. ഇതെല്ലാം നമുക്ക് ഇത്രയും സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കണം. മൊത്തം ചതച്ച് നമുക്ക് അതുപോലെ തന്നെ അതിലങ്ങ് ഇട്ടാൽ മതി. ഇതിൻ്റെ വലിയ തണ്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഇല മാത്രം എടുക്കാം നമുക്ക്. പിന്നെ കറ്റാർ വാഴയില ജെല്ലെടുക്കണം. ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുത്തിട്ട് വരാം. ഇലകളെല്ലാം ഇറുത്ത് ഇതിൻ്റെ ജെല്ലൊക്കെ എടുത്ത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇലകളും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ്ട, ഇതുപോലെ നമുക്ക് എണ്ണയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടാ. ഇനി നമുക്ക് എണ്ണ കാച്ചാൻ ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഞാൻ ഒരു ഉരുളിയാണ് വെച്ചു കൊടുക്കുന്നത് എണ്ണ കാച്ചാൻ. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 കിലോ എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് തീയൊക്കെ ഒന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂർ പിടിക്കും ഇത് റെഡിയായി, എണ്ണ റെഡിയായി വരുമ്പം. ഇതിൽ കുറച്ച് നിങ്ങൾക്ക് മൈലാഞ്ചി വേണമെങ്കിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ചേർത്തില്ല.
എണ്ണ ഏകദേശം മൂക്കാറായിട്ടുണ്ട്. വേണ്ട തിളയൊക്കെ അങ്ങ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ടോ? ഈ പത കംപ്ലീറ്റ് അങ്ങ് മാറിയിട്ട് നല്ല ബ്രൗൺ കളറിൽ വരും. ഇത് കണ്ടോ? ഇപ്പൊ ഇപ്പോഴേ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഇനി മൂക്കാനുണ്ട്. എണ്ണ ഉണ്ടോ? നല്ല പച്ച കളറിലിരിക്കുന്നുണ്ടോ? അടിപൊളി എണ്ണയാണ്. ഇച്ചിരൂടെ ഒന്ന് വരാനുണ്ട്. ശകലം കൂടെ ഒന്ന് മൂക്കാനുണ്ട് എണ്ണ. നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് തലയിലെ താരം അങ്ങനത്തെ ഉള്ള ഒന്നും കാണൂല ഇതും കൂടെ ഇട്ട് കൊടുത്താൽ. അതുപോലെ നല്ല മണവും എണ്ണയ്ക്ക് നല്ല തണുപ്പുമാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. ഇനി വലിയ ഫുൾ തീ വെക്കണ്ട. ഇനി ചെറിയ തീയിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് കിടക്കട്ടെ. എണ്ണയൊക്കെ നല്ല മൂത്തിട്ടുണ്ട്. ഇതാ കണ്ട, എല്ലാം നല്ല ബ്രൗൺ കളറിലിതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇതാ നല്ല ഒരു മണവും വരുന്നുണ്ട് എണ്ണയ്ക്ക്. ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കി ഒരു 10-15 മിനിറ്റ് ഒന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാം. എണ്ണയൊക്കെ റെഡി ആയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. എല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ അരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോരുക, കുപ്പിയിലേക്ക് ഒഴിക്കാം. ഈ പാത്രത്തിലും ഒന്നിലും ഒരു വെള്ളത്തിന്റെ ഒരംശം പോലും കാണരുത് കേട്ടോ. വെള്ളം ആയ എണ്ണ ഒരുപാട് നാൾ ഇരിക്കത്തില്ല. ഇത് എത്ര വർഷം വേണമെങ്കിലും ഈ എണ്ണ ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് വെള്ളത്തിന്റെ ഒരു ഈർപ്പവും കാണരുത് പാത്രത്തില്. കുപ്പിയിലായാലും നമ്മളിപ്പോൾ അരിച്ചൊഴിച്ച പാത്രത്തിലായാലും വെള്ളത്തിന്റെ ഒരു അംശവും കാണരുത്. നല്ലോണം ഒന്ന് തുടച്ച് ചൂടാക്കി വേണം എണ്ണ അതിലൊഴിക്കാം. ഇനി നമുക്ക് ഈ കുപ്പിയിലേക്ക് കോരി ഒഴിക്കാം. നല്ല പച്ച കളറിലിരിക്കുന്ന എണ്ണ, നല്ല സൂപ്പർ എണ്ണയാണ് ഇത്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമന്റിൽ അറിയിക്കണം. നിങ്ങൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം ഇത് നല്ലതാ ചീത്തയാന്ന്. നല്ല എണ്ണയാണിത്, അത്രയ്ക്ക് നല്ല ഗുണമുള്ള എണ്ണയാണിത്. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം, എൻ്റെ ലിങ്ക്. താങ്ക് യു. ആക്കിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊരു കുപ്പിയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും എണ്ണ ഇട്ടിട്ടുണ്ട്. ഒരു 250-300 ഗ്രാം എണ്ണ കുറയും. നമ്മൾ കാച്ചി പറ്റിച്ചൊക്കെ എടുക്കുന്നതല്ലേ, അപ്പൊ അത്ര എണ്ണ കുറയും. എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം.